2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സർവേ ഫലങ്ങൾ പലത് പുറത്തു വരുന്നുണ്ട്. ഇടതിന് അനുകൂലമായ തരംഗം വീശും ഇക്കുറി കേരളത്തിൽ എന്ന് പറയുന്ന സർവേ ഫലങ്ങളും, അല്ല 20-ൽ 20 അല്ലെങ്കിൽ 20-ൽ 15 ഒക്കെ UDF നേടുമെന്ന് പറയുന്ന സർവേ ഫലങ്ങളോ, കേരളത്തിൽ ചരിത്രത്തിൽ ആദ്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് കേരളത്തിൽ നിന്ന് BJP സ്ഥാനാർത്ഥി വിജയിച്ചു പോകും എന്ന സർവേ ഫലങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്നാൽ ദേശീയ തലത്തിൽ തെരഞ്ഞെടുപ്പ് ഫലത്തോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലേക്കുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്ന PMark ഏജൻസിയുടെ സർവേ ഫലങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. PMark ഏജൻസി പല സംസ്ഥാനങ്ങളുടെയും ദേശീയ തെരഞ്ഞെടുപ്പുകളുടെയും ഒക്കെ സർവേ ഫലങ്ങൾ പുറത്തുവിട്ടിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഫലത്തോട് വളരെ ചേർന്ന് നിൽക്കുന്ന തരത്തിലേക്കുള്ള സർവേ ഫലങ്ങൾ പുറത്തുവിട്ടിട്ടുള്ള ഒരു ഏജൻസിയാണ്. ആ ഏജൻസി ഇക്കുറി 7 മണ്ഡലങ്ങളുടെ സർവേ ഫലങ്ങൾ പുറത്തുവിടുമ്പോൾ അത് ആർക്ക് അനുകൂലമായ ഒരു മണ്ഡലമായാണ് സർവേ ഫലത്തിലൂടെ പുറത്തു വരുന്നതെന്ന് പരിശോധിക്കാം. ഏപ്രിൽ 12 വരെയുള്ള സർവേ ഫലങ്ങളാണ് PMark ഏജൻസി ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. 7 ലോക്സഭാ മണ്ഡലങ്ങൾ ഇങ്ങനെയാണ്: കണ്ണൂർ, എറണാകുളം, കാസർഗോഡ്, പൊന്നാനി, കോഴിക്കോട്, പാലക്കാട്, തിരുവനന്തപുരം. ഈ 7 ലോക്സഭാ മണ്ഡലങ്ങളുടെ സർവേ ഫലങ്ങൾ എങ്ങനെയെന്ന് പരിശോധിക്കാം. ആദ്യം തിരുവനന്തപുരത്ത് നാളിതുവരെ കണ്ടതിനേക്കാൾ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള, വളരെ സാങ്കേതികതയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള തന്ത്രപരമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളാണ് BJPയുടെ പാളയങ്ങളിൽ തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പലയിടത്തും ശശി തരൂരിനെ വെള്ളം കുടിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ചോദ്യങ്ങളും പരിപാടികളും ഒക്കെ BJPയുടെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. തീരദേശ മേഖലകളിൽ കൃത്യമായ ഇടപെടൽ രാജീവ് ചന്ദ്രശേഖർ നടത്തിയത്. എല്ലാ കാലത്തും ശശി തരൂരിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന തീരദേശ മേഖലയിലെ വോട്ടർമാർ ഈക്കുറി രാജീവ് ചന്ദ്രശേഖരന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്ന ഒരു ആത്മവിശ്വാസം BJPക്കുണ്ട്. ശശി തരൂരിന്റെ വ്യക്തിപ്രഭ തന്നെയാണ് കോൺഗ്രസിന് ആത്മവിശ്വാസമായി മുൻപന്തിയിൽ തന്നെ നിൽക്കുന്നത്. ശശി തരൂർ എന്ന MP ഇക്കുറിയും മികച്ച നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് ഉള്ളത്. ലോക്സഭയിൽ കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടുള്ള, വിവിധ വിഷയങ്ങൾ ചർച്ചകൾ നടത്തിയിട്ടുള്ള ഒരു ലോക്സഭാ അംഗമാണ് ശശി തരൂർ എന്ന് തന്നെ കാര്യമായ രീതിയിൽ കോൺഗ്രസ് ചർച്ചയാക്കുന്നുണ്ട്. CAA വിഷയത്തിലടക്കം വിവിധ ന്യൂനപക്ഷ വിഷയങ്ങളിലും ഒക്കെ ശശി തരൂരിന്റെ ഇടപെടൽ തിരുവനന്തപുരത്തെ ന്യൂനപക്ഷ വോട്ടർമാരെ കാര്യമായി സ്വാധീനിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. ഒപ്പം രാഹുൽ ഗാന്ധിയുടെ തരംഗം കാര്യമായ രീതിയിൽ തിരുവനന്തപുരത്ത് മലയടിക്കും. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ കോൺഗ്രസിന് അനുകൂലമായ ഒരു നേട്ടമുണ്ടാക്കും എന്നൊക്കെ കോൺഗ്രസ് വിശ്വസിക്കുന്നുണ്ട്. BJP പാളയത്തേക്ക് വരുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ശശി തരൂരിന് ലഭിക്കാൻ സാധ്യതയുള്ള വോട്ടുകളൊക്കെ ഭിന്നിപ്പിച്ച് നേടുവാൻ സാധ്യതയുള്ള വോട്ടറാണെന്ന ആത്മവിശ്വാസം BJPക്കുണ്ട്. ഒരു എലൈറ്റ് വോട്ടുകൾ 70%-ലധികം നഗരമുള്ള തിരുവനന്തപുരത്ത് ആ നഗരത്തിൽ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന എലൈറ്റ് വോട്ടുകളെല്ലാം, ശശി തരൂരിന് ലഭിച്ചിരുന്ന എലൈറ്റ് വോട്ടുകളെല്ലാം രാജീവ് ചന്ദ്രശേഖരന് അനുകൂലമായി കുറി ലഭിക്കുമെന്ന ആത്മവിശ്വാസം അവർക്കുണ്ട്. ഒപ്പം തീരദേശ മേഖലയിലെ ഇടപെടൽ അനുകൂലമാകുമെന്ന ആത്മവിശ്വാസമുണ്ട്. ഇതൊന്നും പോരാതെ നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് പ്രചാരണത്തിനെത്തുന്നു. ഒപ്പം ശോഭനയെ പോലുള്ള താരപ്രചാരകർ തിരുവനന്തപുരത്ത് പ്രചാരണം നടത്തുന്നു. ഇതെല്ലാം BJPക്ക് അനുകൂലമായ ഒരു കാറ്റ് തിരുവനന്തപുരത്ത് വീശുവാൻ സാധ്യത ഏറെയാണെന്ന ആത്മവിശ്വാസം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് 1ാം സ്ഥാനത്തേക്ക് വന്ന BJPക്ക് ഇക്കുറി 7 നിയമസഭാ മണ്ഡലങ്ങളിൽ ബഹുഭൂരിപക്ഷം വരുന്ന നിയമസഭാ മേഖലകളിലും മുൻപന്തിയിൽ എത്തുവാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസമാണ് BJPക്കുള്ളത്. പന്നിൻ രവീന്ദ്രനിലേക്ക് വരുമ്പോൾ ഒരു തവണ ഇവിടെ MP ആയിരുന്നു. 2005-ലെ ഉപതെരഞ്ഞെടുപ്പിൽ MP ആയി വന്ന പന്നിൻ രവീന്ദ്രൻ വീണ്ടും തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ ഇടത് കോട്ടകൾ ഭദ്രമാക്കി നിർത്തിക്കൊണ്ട് സാധാരണക്കാരായ തൊഴിലാളി വർഗത്തിന്റെ വോട്ടുകൾ കൂടി കേന്ദ്രീകരിച്ച് മികച്ച ഒരു മുന്നേറ്റം കൈവരിക്കുവാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം പന്നിൻ രവീന്ദ്രനും ഇടതുപക്ഷത്തിനുമുണ്ട്. എന്തായാലും PMark സർവേയുടെ സർവേ ഫലം പുറത്തു വരുമ്പോൾ ആർക്ക് അനുകൂലമായാണ് തിരുവനന്തപുരം വിധിയെഴുതുന്നതെന്ന് പരിശോധിക്കാം. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറും ശശി തരൂരും പന്നിൻ രവീന്ദ്രനും ഏറ്റുമുട്ടുമ്പോൾ തരൂരിന് തന്നെയാണ് ഇക്കുറിയും തലസ്ഥാന നഗരി വിധിയെഴുതുന്നത് എന്നാണ് സർവേ ഫലം പറയുന്നത്. 38% ശശി തരൂരിന് അനുകൂലമായ വിധി എഴുതുന്നുണ്ട്. 30% ആളുകൾ പറയുന്നു രാജീവ് ചന്ദ്രശേഖർ അവിടെ വിജയിക്കുമെന്ന്. 28% ആളുകൾ പറയുന്നു പന്നിൻ രവീന്ദ്രൻ വിജയിക്കുമെന്ന്. ഇവിടെ 2% മാത്രം വ്യത്യാസമാണ് പന്നിൻ രവീന്ദ്രനും രാജീവ് ചന്ദ്രശേഖറും തമ്മിലുള്ളത്. കൃത്യമായ വോട്ട് ശശി തരൂർ ഇക്കുറിയും തിരുവനന്തപുരത്ത് നേടും. 4ാം തവണയും തിരുവനന്തപുരത്തിന്റെ MP ആയി ശശി തരൂർ എത്തും എന്നാണ് PMark സർവേ വ്യക്തമാക്കുന്നത്. അടുത്തതായി കണ്ണൂർ ലോക്സഭാ മണ്ഡലം. പാർട്ടി ഗ്രാമങ്ങൾ നിരവധിയുള്ള കണ്ണൂർ ലോക്സഭാ മണ്ഡലം പക്ഷേ UDFന് അനുകൂലമായ നിലപാടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാര്യമായ രീതിയിൽ എടുത്തിട്ടുള്ളത്.
കെ സുധാകരൻ എന്ന കുമ്പക്കുടി സുധാകരനെ തന്നെ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാക്കി നിർത്തി 20-20 നേടണമെന്ന കോൺഗ്രസിന്റെ പിടിവാശിയുടെ പുറത്ത് കെ സുധാകരൻ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാകുന്നു. അങ്ങനെ കെ സുധാകരന് ഇക്കുറിയും 2019 നടന്ന ഒരു വിജയ തരംഗം സൃഷ്ടിക്കുവാൻ സാധിക്കുമോ എന്ന് പരിശോധിക്കേണ്ടതാണ്. അവിടെ ഇടതിന്റെ സ്ഥാനാർത്ഥിയായി വരുന്നത് MV ജയരാജനാണ്. BJP സ്ഥാനാർത്ഥിയാണ് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി കാണുന്നത്. കോൺഗ്രസിന്റെ നേതാവായിരുന്ന കെ സുധാകരന്റെ വലം കൈയായിരുന്ന C രഘുനാഥാണ് കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോയി BJPയുടെ MP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ കുറെ വോട്ടുകൾ C രഘുനാഥിലേക്ക് എത്തുമെന്ന ആത്മവിശ്വാസം BJPക്കുണ്ട്. അവിടെ RSSന്റെയും BJPയുടെയും ഒക്കെ ശക്തി കേന്ദ്രം തന്നെയാണ് കണ്ണൂർ എന്നും നമുക്ക് പറയുവാൻ സാധിക്കും. അതുകൊണ്ട് അതൊക്കെ കണ്ണൂരിൽ ഉണ്ടാക്കുന്ന BJPയുടെ ആത്മവിശ്വാസം വളരെ വലുതാണ്. ഇടത് അവിടെ കാര്യമായ രീതിയിൽ പ്രചരിപ്പിക്കുന്നത് കെ സുധാകരൻ വിജയിച്ചാലും BJPയിലേക്ക് പോകും, ഐ വിൽ ഗോ ടു ദ BJP ഇഫ് ഐ വോണ്ട് എന്ന രീതിയിലേക്കുള്ള പ്രചരണങ്ങളൊക്കെ നടത്തിയിട്ടുള്ള നേതാവാണ് കെ സുധാകരൻ. അതുകൊണ്ട് തന്നെ കെ സുധാകരന് പ്രതികൂലമായ ഒരു സാഹചര്യം കണ്ണൂരിൽ ഉണ്ടാകുവാൻ സാധ്യത ഏറെയാണ്. അദ്ദേഹം BJPയിലേക്ക് പോകുമെന്ന തരത്തിലേക്കാണ് ഇടതുപക്ഷം അവിടെ പ്രചരിപ്പിക്കുന്നത്. MV ജയരാജനെ സംബന്ധിച്ചിടത്തോളം അവിടെ കെ സുധാകരനോടൊപ്പം ഏറ്റുമുട്ടുവാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയാണോ MV ജയരാജൻ എന്ന് പരിശോധിക്കാം. ഇടതിന്റെ പാർട്ടി ഗ്രാമങ്ങളുള്ള കണ്ണൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFനെ കൈപിടിച്ചു നിർത്തിയിട്ടുള്ള കണ്ണൂർ, BJPക്ക് സ്വാധീനം ഉള്ള, RSSന് സ്വാധീനം ഉള്ള നഗരങ്ങളുള്ള, ഗ്രാമങ്ങളുള്ള കണ്ണൂർ ഈ കുറി ആർക്ക് അനുകൂലമായി വിധിയെഴുതും എന്ന് പരിശോധിക്കാം. കണ്ണൂരിന്റെ സർവേ ഫലം പുറത്തു വരുമ്പോൾ MV ജയരാജൻ അനുകൂലമായി 42% ആളുകൾ പറയുന്നു. MV ജയരാജൻ കണ്ണൂരിന്റെ MP ആയി വരുമെന്ന്. കോൺഗ്രസിന്റെ സിറ്റിംഗ് MP ആയ കെ സുധാകരനെ അനുകൂലിച്ചുകൊണ്ട് 42% ആളുകൾ പറയുന്നു കെ സുധാകരൻ അധികാരത്തിലെത്തുമെന്ന്. അതായത് 1% മാത്രം വ്യത്യാസമാണ് MV ജയരാജനും കെ സുധാകരനും തമ്മിലുള്ളത്. 12% പേർ പറയുന്നു C രഘുനാഥൻ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് വന്ന C രഘുനാഥൻ MP ആകുമെന്ന്. അതായത് BJPയുടെ ശക്തരായ പല നേതാക്കന്മാരുമുള്ള കണ്ണൂരിൽ എന്തുകൊണ്ടാണ് C രഘുനാഥനെ പോലെയുള്ള ഇപ്പൊ കയറി വന്ന ഒരാളെ MP ആക്കുന്നത് എന്ന ഒരു ചർച്ച കണ്ണൂരിൽ കാര്യമായി നടക്കുന്നു. എന്നിരുന്നാലും C രഘുനാഥൻ BJPയിലേക്ക് വരുമ്പോൾ കോൺഗ്രസിന്റെ കുറെ വോട്ടുകൾ BJPക്ക് അനുകൂലമായി ലഭിക്കുമെന്ന ആത്മവിശ്വാസം BJPക്കുണ്ട്. സിറ്റിംഗ് MP ആയ കെ സുധാകരൻ അല്ലാതെ മറ്റൊരാളും അവിടെ കണ്ണൂരിൽ തങ്ങൾക്ക് നിർത്തുവാനില്ല എന്ന ഉറച്ച ബോധ്യമുള്ള കോൺഗ്രസ് കെ സുധാകരനിലേക്ക് എത്തുമ്പോൾ അത് വലിയ ആത്മവിശ്വാസമാണ് കോൺഗ്രസ് നൽകുന്നത്. MV ജയരാജൻ ഇക്കുറി ഇടതിന്റെ ഗ്രാമങ്ങളെ ഇടതിന്റെ കോട്ടയാക്കി മാറ്റി ഇടതിന് അനുകൂലമായ രീതിയിൽ കണ്ണൂരിനെ തിരിച്ചുപിടിക്കുമെന്ന ആത്മവിശ്വാസം. 1% മാത്രം വ്യത്യാസമെങ്കിലും മേൽക്കൈ ഇടതിന്. അതായത് മാറിമറിയുന്നു. കെ സുധാകരൻ അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്ന് പറഞ്ഞ കണ്ണൂരിൽ ഇക്കുറി MV ജയരാജൻ അനുകൂലമായ നിലപാട് സ്വീകരിക്കുവാൻ ജനം തീരുമാനിക്കുന്നു. കോഴിക്കോട് ലോക്സഭാ മണ്ഡലം. കോഴിക്കോട് രാഘവേട്ടൻ എന്ന പേരിലേക്ക് മാറിയ കണ്ണൂരുകാരനായ MK രാഘവൻ വീണ്ടും സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ലോക്സഭയിലേക്ക് കടന്നുകൂടിയ MK രാഘവൻ 2014 കുറച്ചുകൂടി ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് കോഴിക്കോട് നിന്നും ഡൽഹിയിലേക്ക് പോകുന്നു. 2019 മൃഗീയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ച MK രാഘവൻ രാഘവേട്ടനാകുമ്പോൾ രാഘവേട്ടന് പകരക്കാരനായി ഇളമനം കരീമിനെ സ്ഥാനാർത്ഥിയാക്കി മത്സരിക്കുമ്പോൾ അവിടെ കടുത്ത പോരാട്ടം നടക്കുന്നു. CAAക്ക് അനുകൂലമായ രീതിയിലുള്ള മുഖ്യമന്ത്രിയുടെ അടക്കമുള്ള പ്രചരണ പരിപാടികളൊക്കെ ഇടതിന് അനുകൂലമായ ന്യൂനപക്ഷ വോട്ടുകൾ ലഭിക്കുമെന്ന ആത്മവിശ്വാസം ഇടതിന് കാര്യമായുണ്ട്. MD രമേശാണ് കോഴിക്കോടിന്റെ സ്ഥാനാർത്ഥിയായി BJPയിൽ നിന്ന് മത്സരിക്കുവാൻ പോകുന്നത്. ഈ സാഹചര്യത്തിൽ MK രാഘവനാണോ ഇളമനം കരീമാണോ MD രമേശാണോ വിജയിക്കുവാൻ പോകുന്നത് എന്ന് പരിശോധിക്കാം. 41% പേർ പറയുന്നു MK രാഘവൻ തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി വരുമെന്ന്. 39% പേർ പറയുന്നു ഇളമനം കരീം അധികാരത്തിൽ എത്തുമെന്ന്. 17% പേർ മാത്രം പറയുന്നു BJPയുടെ സ്ഥാനാർത്ഥിയായ MD രമേശ് അവിടെ അധികാരത്തിലേക്ക് എത്തുമെന്ന്. അടുത്തത് കാസർഗോഡ് ലോക്സഭാ മണ്ഡലം. ഇടതിന്റെ കോട്ട, ഇടതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാർ നിന്ന് വിജയിച്ചിട്ടുള്ള ഇടതിന്റെ കോട്ട. വെറുതെ പോസ്റ്റർ ഒട്ടിച്ചാൽ മാത്രം ഇടത് തൂത്തുവാരുമെന്ന ആത്മവിശ്വാസം ഏറെയുള്ള കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ 2009 മുതൽ കോൺഗ്രസ് മികച്ച മുന്നേറ്റം കൈവരിക്കുന്നുണ്ട്. അങ്ങനെ സിറ്റിക്ക് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ പരാജയപ്പെട്ട കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ 2019 രാജ്മോഹൻ ഉണ്ണിത്താൻ സ്ഥാനാർത്ഥിയാകുന്നു. വിജയിക്കില്ല എന്ന് ഇടതുപക്ഷം അടിവരയിട്ട് പറഞ്ഞ കാസർഗോഡ് മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ നേടിക്കൊണ്ട് UDFന് അനുകൂലമായി 2 തവണ മാത്രം കൈകൊടുത്തിട്ടുള്ള കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി രാജ്മോഹൻ ഉണ്ണിത്താൻ അധികാരത്തിൽ വരുന്നു. ഒറ്റത്തവണ മാത്രം രാജ്മോഹൻ ഉണ്ണിത്താൻ വിജയിക്കുകയുള്ളൂ. 2024 അങ്ങനെ ഉണ്ടാകില്ല എന്ന് വീണ്ടും ഇടത് ആത്മവിശ്വാസത്തോടു കൂടി പറഞ്ഞ
കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ഇക്കുറി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് വീണ്ടും രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെയാണ്. 2024 ഇടതിന് അനുകൂലമായി മത്സരിക്കുന്നത് MV ബാലകൃഷ്ണനാണ്. ML അശ്വിനിയാണ് BJPക്ക് വേണ്ടി മത്സരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ആർക്ക് റിയാസ് മൗലവി വധക്കേസും SDPIയുടെ വോട്ടും സമസ്തയുടെ ഭിന്നതയില്ലാത്ത കാസർഗോഡും ഒക്കെ കോൺഗ്രസിന് അനുകൂലമായ രീതിയിൽ പ്രകമ്പനം സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് അവർ ആത്മവിശ്വാസത്തോടുകൂടി ഉള്ളിൽ കരുതുന്നത്. അവിടെ പല രീതിയിലും രാജ്മോഹൻ ഉണ്ണിത്താനെതിരെയുള്ള പ്രചരണ പരിപാടികൾ ശക്തമായ രീതിയിൽ ഇടത് നടത്തിയിട്ടുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താൻ സഭയിൽ സംസാരിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു വിഷയത്തിന്റെ വീഡിയോയുമായി വരുന്നവർക്ക് കുഴിമന്തി വരെ നൽകാമെന്ന രീതിയിലേക്കുള്ള രസകരമായ പ്രചരണ പരിപാടികളുമായി ഇടത് മുൻപന്തിയിൽ ഉണ്ടായിരുന്ന കാസർഗോഡ് ഇതേ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നവമാധ്യമങ്ങളിലൂടെയും അല്ലാതെയും ഒക്കെ നൽകിയിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ, കൃത്യമായ ഇടപെടൽ അവിടുത്തെ നാട്ടുകാരുമായി നടത്തിയിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ, 41% ആളുകൾ പറയുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെ വീണ്ടും കാസർഗോഡിന്റെ മണ്ണിൽ MP ആയി കാസർഗോഡ് നിന്ന് ഡൽഹിയിലേക്ക് പോകും. 35% പേർ പറയുന്നു MV ബാലകൃഷ്ണൻ അവിടെ ഇടതിന്റെ കൊടി വീണ്ടും പാറിക്കുമെന്ന്. 19% പേർ പറയുന്നു ML അശ്വിനി എന്ന BJP സ്ഥാനാർത്ഥി സപ്തഭാഷാ സംഗമ ഭൂമിയിൽ വ്യത്യസ്ത ഭാഷയിലൂടെ അവിടുത്തെ ജനങ്ങളുമായി സംവദിക്കുവാൻ ശേഷിയുള്ള ഒരു സ്ഥാനാർത്ഥി, യുവ നേതാവ് ML അശ്വിനി അവിടെ BJPയുടെ ടിക്കറ്റിൽ വിജയിച്ചു കയറുമെന്ന് ഒരു പറ്റം ആളുകൾ പറയുന്നു. എന്തായാലും കോൺഗ്രസിന് അനുകൂലമായ ഒരു നിലപാടാണ് കാസർഗോഡുകാർ സ്വീകരിച്ചിട്ടുള്ളത്. 42% പേർ പറയുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ, 35% പേർ പറയുന്നു MV ബാലകൃഷ്ണൻ, 19% പേർ പറയുന്നു ML അശ്വിനി എന്ന്. പൊന്നാനിയിലേക്ക് വരുമ്പോൾ ഏണിയിൽ കയറി വിജയിച്ചു വന്നിട്ടുള്ള പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ ഇക്കുറി ഏണി ചിഹ്നത്തിൽ മത്സരിക്കുവാൻ പോകുന്ന ലീഗിന് ഭയക്കേണ്ട സാഹചര്യങ്ങൾ നിരവധിയുള്ള ഒരു ലോക്സഭാ മണ്ഡലമാണ് പൊന്നാനി ലോക്സഭാ മണ്ഡലം. അതുകൊണ്ട് തന്നെ ആദ്യമേ സ്ഥാനാർത്ഥികളെ മാറ്റി പരീക്ഷിച്ചിട്ടുള്ള ലീഗ് മലപ്പുറത്ത് മത്സരിച്ചിരുന്ന അബ്ദുൾ സമദ് സമദാനിയെ പൊന്നാനിയിലേക്ക് മത്സരിപ്പിക്കുന്നു. ET മുഹമ്മദ് ബഷീർ എന്ന പൊന്നാനിയിലെ MPയെ മലപ്പുറത്തേക്ക് മാറ്റുന്നു. അങ്ങനെ എല്ലാ മാറ്റങ്ങളും തിരിവുകളും കൊണ്ടുവന്ന പൊന്നാനിയിൽ അബ്ദുൾ സമദ് സമദാനി UDFന്റെ ലീഗിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ അവിടെ മികച്ച മുന്നേറ്റം ഇക്കുറി ലീഗിന് സാധ്യമാകുമോ എന്നതൊരു വലിയ ചോദ്യമായിരുന്നു. പൊന്നാനിയിൽ സമസ്തയുടെ പിന്തുണയോടുകൂടി ഇടതുപക്ഷത്തിന്റെ ചിഹ്നത്തോടുകൂടി ലീഗിൽ നിന്ന് വിട്ടുപോയ KS ഹംസ സ്ഥാനാർത്ഥിയാകുമ്പോൾ അത് ലീഗിന് വലിയ ക്ഷീണമായിരുന്നു. പാണക്കാട് തങ്ങളുടെ അനുഗ്രഹങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടായിരുന്നു, പാണക്കാട് തങ്ങളുടെ ഖബറിടത്തിൽ പോയി അനുഗ്രഹം വാങ്ങിക്കൊണ്ടായിരുന്നു KS ഹംസ സ്ഥാനാർത്ഥിയായി നോമിനേഷൻ നൽകിയത്. ഇതെല്ലാം വലിയ ചർച്ചാ വിഷയമായ പൊന്നാനിയിൽ എങ്ങനെയാണ് ജനം വിധിയിടുന്നത്? ഇക്കുറിയും ലീഗിന് പൊന്നാനിയിൽ നിന്ന് അങ്ങനെ എളുപ്പത്തിൽ വിജയിച്ചു പോകുവാൻ സാധിക്കുമോ എന്ന ചോദ്യം വരുമ്പോൾ ജനം വിധി പറയുന്നത് എങ്ങനെയെന്ന് പരിശോധിക്കാം. 1,93,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടി ET മുഹമ്മദ് ബഷീർ വിജയിച്ച പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ മലപ്പുറത്ത് നിന്ന് പൊന്നാനിയിൽ മത്സരിക്കുന്ന അബ്ദുൾ സമദ് സമദാനി 47% പേർ പറയുന്നു അതേ അബ്ദുൾ സമദ് സമദാനി വീണ്ടും പൊന്നാനിയിൽ നിന്ന് മൃഗീയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുമെന്ന്. 33% പേർ പറയുന്നു KS ഹംസ എന്ന ഇടതിന്റെ ചിഹ്നത്തിൽ മത്സരിക്കുന്ന സമസ്തയുടെ പിന്തുണയോടുകൂടി മത്സരിക്കുന്നു എന്ന വാർത്തകൾ പ്രചരിപ്പിക്കപ്പെട്ട KS ഹംസ അവിടെ 33% പേർ പറയുന്നു KS ഹംസ തന്നെ വിജയിക്കുമെന്ന്. നിവേദിത സുബ്രഹ്മണ്യൻ 13% പേർ പറയുന്നു BJP സ്ഥാനാർത്ഥിയായ നിവേദിത സുബ്രഹ്മണ്യൻ അവിടെ വിജയിക്കുമെന്ന്. സ്വാഭാവികമായും BJPക്ക് അവിടെ ബലം വളരെ കുറവാണ്. കാര്യമായ രീതിയിൽ മുന്നേറ്റമൊന്നും BJPക്ക് പൊന്നാനിയിൽ ഉണ്ടാക്കുവാൻ സാധിക്കില്ല. അവിടെ കൃത്യമായി ഇടതും ലീഗും തമ്മിലുള്ള മത്സരം ഒരുപക്ഷെ ലീഗിന് ഒറ്റയ്ക്ക് വിജയിച്ച് വരുവാൻ സാധ്യതയേറെയുള്ള പൊന്നാനിയിൽ UDFന്റെയും കൂടെ കോൺഗ്രസിന്റെ കൂടി പിൻബലം വരുമ്പോൾ അവിടെ കാര്യമായ രീതിയിൽ മുന്നേറ്റം ലീഗിന് ഉണ്ടാക്കുവാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം ലീഗിന് ഉണ്ട്. അത് തന്നെയാണ് അവിടുത്തെ ജനങ്ങളും വിധിയിടുന്നത്. 47% പേർ പറയുന്നു ലീഗ് തന്നെ അധികാരത്തിൽ എത്തുമെന്ന്. ഇടതിന്റെ കോട്ടയായി എല്ലാ കാലത്തും നിലനിൽക്കുന്ന പാലക്കാട് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടത് കോട്ടകളെയെല്ലാം ഭയപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചു വന്ന VK ശ്രീകണ്ഠനെ പിന്നെയും സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അവിടെ VK ശ്രീകണ്ഠൻ ഇക്കുറി സ്ഥാനാർത്ഥിയാകുമ്പോൾ കഴിഞ്ഞ തവണത്തെക്കാൾ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുവാൻ സാധിക്കുമോ? അത് ഇടതിന് വീണ്ടും തിരിച്ചുപിടിക്കുവാൻ സാധിക്കുമോ പാലക്കാട് എന്ന് പരിശോധിക്കാം. ഇടതിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് A വിജയരാഘവനാണ്. C കൃഷ്ണകുമാറാണ് BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. A വിജയരാഘവനാണ് മുൻതൂക്കം. 40% പേർ പറയുന്നു A വിജയരാഘവൻ ഇടതിന്റെ കോട്ട തിരിച്ചുപിടിക്കും. ഇടതവിടെ വീണ്ടും MP ആയി A വിജയരാഘവൻ വരും. VK ശ്രീകണ്ഠൻ തൊട്ടു പിന്നാലെ 38% പേർ പറയുന്നു VK ശ്രീകണ്ഠൻ സിറ്റിംഗ് MP ആയ VK ശ്രീകണ്ഠൻ അവിടെ വീണ്ടും തുടരുമെന്ന്. C കൃഷ്ണകുമാർ 19% പേർ പറയുന്നു C കൃഷ്ണകുമാർ അവിടെ MP ആയി വരുമെന്ന്. A വിജയരാഘവൻ അവിടെ ഇടതിന്റെ കോട്ട തിരിച്ചുപിടിക്കും.
വിജയരാഘവൻ MP ആകുമെന്ന് പറയുന്നവർ 40% പേർ, VK ശ്രീകണ്ഠന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നവർ 38% പേർ, ശ്രീകൃഷ്ണകുമാർ വരുമെന്ന് പറയുന്നവർ 19% പേർ. ഏറ്റവും ഒടുവിൽ എറണാകുളം ലോക്സഭാ മണ്ഡലം. എറണാകുളം ആർക്കനുകൂലമായ വിധി എഴുതും എന്ന് പരിശോധിക്കുമ്പോൾ കാര്യമായ രീതിയിൽ പ്രചരണ പരിപാടികളുള്ള, വ്യത്യസ്തമാർന്ന പോസ്റ്ററുകളും വീഡിയോകളും ഒക്കെ ഇറങ്ങിയിട്ടുള്ള, പ്രചരണ ഗാനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഹൈബീഡൻ തന്നെ, സിറ്റിംഗ് MP ആയ ഹൈബീഡൻ തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. യുവാക്കൾക്കിടയിൽ കൃത്യമായ സ്വാധീനമുള്ള ഹൈബീഡൻ കോൺഗ്രസിന്റെ ഉരുക്കുകോട്ട എന്ന് തന്നെ പറയുവാൻ സാധിക്കുന്ന എറണാകുളം ജില്ലയിലെ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ ഹൈബീഡൻ തന്നെ UDFന്റെ സ്ഥാനാർത്ഥിയായി വീണ്ടും മത്സരിക്കുമ്പോൾ ഹൈബീഡനും പകരമായി KJ ഷൈൻ എന്ന വനിതാ നേതാവ് ഇടതിനു വേണ്ടി മത്സരിക്കുന്നു. അവിടെ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് KS രാധാകൃഷ്ണനാണ്. അവിടെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം 2020 ആണ്. 2020യുടെ സ്ഥാനാർത്ഥിയായി ആന്റണി മത്സരിക്കുമ്പോൾ അവിടെ അത് കോൺഗ്രസിന് ഒരു വലിയ ക്ഷീണമുണ്ടാക്കുവാൻ സാധ്യത ഏറെയാണ്. അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം SDPIയുടെ വോട്ട് കോൺഗ്രസിനാണെന്ന നിലപാട് SDPI സ്വീകരിക്കുമ്പോൾ എറണാകുളത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവ വോട്ടുകൾ ആർക്ക് അനുകൂലമായി നിൽക്കുമെന്നത് വലിയ ചോദ്യമാണ്. കോൺഗ്രസിന്റെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞ് വിശ്വസിക്കുമ്പോൾ പോലും SDPIയുടെ പിന്തുണ ക്രൈസ്തവ വോട്ടുകൾ കാര്യമായി ബാധിക്കാൻ സാധ്യത ഏറെയാണ്. മറ്റൊന്ന്, കേരള സ്റ്റോറി പോലെയുള്ള ചിത്രങ്ങൾ പുറത്തിറങ്ങിയത് അത് എറണാകുളത്തെ പല രൂപതകളും പ്രദർശിപ്പിച്ചിരുന്നു. അതെല്ലാം ഏതൊക്കെ തരത്തിൽ SDPIയുടെ പിന്തുണയും ഇതെല്ലാം കൂടി പരിശോധിക്കുമ്പോൾ ആർക്ക് അനുകൂലമായ ഒരു നിലപാടാണ് എറണാകുളം സ്വീകരിക്കുവാൻ പോകുന്നതെന്ന് പരിശോധിക്കാം. 41% പേർ പറയുന്നു ഹൈബീഡൻ തന്നെ എറണാകുളത്തിന്റെ MP ആയി തുടരും. 31% പേർ പറയുന്നു KJ ഷൈൻ, ഇടതിന്റെ സ്ഥാനാർത്ഥി KJ ഷൈൻ അവിടെ സ്ഥാനാർത്ഥിയായി വരുമെന്ന്. 18% പേർ പറയുന്നു KS രാധാകൃഷ്ണൻ എറണാകുളം ഭരിക്കുമെന്ന്. 10% ഒരു മുന്നേറ്റം ഹൈബീഡൻ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും 2020യുടെ സ്വാധീനം വളരെ വലുതാണ്. 2020 വോട്ടുകൾ പിടിക്കുന്നത് വലിയ ഒരു മാർജിൻ വ്യത്യാസം ഉണ്ടാക്കുവാനുള്ള സാധ്യതയേറെയാണെങ്കിലും ഒരു ബഹുഭൂരിപക്ഷം പേരും പറയുന്നു ഹൈബീഡൻ തന്നെ എറണാകുളത്തിന്റെ MP ആയി വീണ്ടും തുടരുമെന്ന്. 25,000-ൽ പരം സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ട് PMARKന്റെ സർവേ ഫലം പുറത്തു വരുമ്പോൾ 7 ലോക്സഭാ മണ്ഡലങ്ങളിൽ 5 ഇടങ്ങളിലും UDF വിജയിക്കുമെന്ന് പറയുന്നു. 2 ഇടത്ത് LDF വിജയിക്കും. നേരിയ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് LDF വിജയിക്കുന്നത്. പാലക്കാടും കണ്ണൂരും ഇടതിന് അനുകൂലമായ കാറ്റ് വീശുന്നു എന്ന് പറയുമ്പോൾ എറണാകുളത്തും കാസർഗോഡും പൊന്നാനിയും കോഴിക്കോടും തിരുവനന്തപുരത്തും എല്ലാം കോൺഗ്രസിന് അനുകൂലമായ തരംഗം വീശുന്നുവെന്ന് സർവേ ഫലം പറയുന്നു. എന്തായാലും നേരിയ ഭൂരിപക്ഷത്തിലാണ് പലരുടെയും വിജയപരാജയങ്ങൾ സർവേ ഫലത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് ആർക്കനുകൂലമായ വിധിയാണ് 7 ലോക്സഭാ മണ്ഡലങ്ങളിലും ഉണ്ടാകുവാൻ പോകുന്നത് എന്ന കൃത്യമായ വിവരം അറിയുവാൻ ഇനിയും ദിവസങ്ങൾ കാത്തിരിക്കണം. ശേഷിക്കുന്ന ദിവസങ്ങൾ കൂടി പല കാര്യങ്ങളും ചർച്ചാവിഷയമാകുമ്പോൾ ഒരുപക്ഷെ ഈ സർവേ ഫലങ്ങളെല്ലാം മാറി മറിയുവാനുള്ള സാധ്യതകളും ഏറെയാണ്.